അപ്പോൾ ഇന്നത്തെ റെസിപ്പി കണ്ടാലോ. ഇന്ന് നല്ല ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു എഗ്ഗ് കറിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് ഏകദേശം 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് ഒന്ന് നെടുകെ കീറിയത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 3 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സവാളയൊക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികളാണ് കേട്ടോ ആഡ് ചെയ്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ടൊമാറ്റോ ഒന്ന് പേസ്റ്റ് ആക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ഈ പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് മാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ടൊമാറ്റോ ഒന്ന് പേസ്റ്റ് ആക്കിയത് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ പുളിക്ക് വേണ്ടിയിട്ട് ഒരു ടൊമാറ്റോയെ അടിച്ചിട്ടുള്ളൂ. കുറച്ച് ലൂസായിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ബോയിൽ ചെയ്ത എഗ്ഗ് ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.